എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് ആനിമെ TV സീരീസിൻ്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ ആദ്യത്തെ എപ്പിസോഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ മാക്സിമം അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ നിന്നും കൈജു അലേർട്ട് കിട്ടിയതിനെ തുടർന്ന് മീന അവളുടെ ടീമുമായി ഹോസ്പിറ്റലിലേക്ക് തിരിക്കുന്നു. തുടർന്ന് ഹോസ്പിറ്റലിൽ കഫ്ക ഹബിനോ ലെനോ ഇച്ചിക്കാവിയെ താൻ കഫ്ക തന്നെയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആ വൃദ്ധനെ ആശ്വസിപ്പിക്കാൻ അയാളെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കഫ്ക ചിരിക്കുന്നത് കണ്ട് ആ വൃദ്ധൻ്റെ ബോധം പോകുന്നു. അപ്പോൾ കഫ്ക പേടിച്ച് ആ വൃദ്ധൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഭിത്തിയിൽ കൈവയ്ക്കുമ്പോൾ ആ ഭിത്തി മുഴുവൻ തകർന്നു വീഴുന്നു. കഫ്കയുടെ അസാമാന്യമായ ശക്തി കണ്ട് ലെനോ ഞെട്ടുന്നു. ഭിത്തി തകരുന്ന ശബ്ദം കേട്ടിട്ട് മറ്റു റൂമുകളിൽ നിന്നും ആൾക്കാർ അവിടേക്ക് എത്തി നോക്കുന്നു. അപ്പോൾ കഫ്കയും ലെനയും ജനൽ വഴി ചാടി രക്ഷപ്പെടുവാൻ തീരുമാനിക്കുന്നു. അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ കഫ്ക ആ സൈഡിലെ മുഴുവൻ ജനലുകളും തകർക്കുന്നു. അവർ ഓടുന്നതിനിടയിൽ കഫ്കയ്ക്ക് ചില വിചിത്രമായ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ അവൻ്റെ വായിൽ നിന്ന് വേറെ ഒരു വാ പുറത്തേക്ക് വരികയും ഒരു കാക്കയെ തിന്നുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ അവൻ്റെ സാധാരണ രാക്ഷസ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് കഫ്കയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. അത് നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ അറിയാതെ തന്നെ അവൻ്റെ ചെസ്റ്റിൽ നിന്നും ഒരു ദ്രാവകം പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. ഈ രീതിയിൽ തുടരാൻ ആഗ്രഹിക്കാത്തതിനാൽ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കഫ്ക ലജ്ജിക്കുന്നു. തൻ്റെ ഈ പുതിയ ശക്തി കൊണ്ട് തനിക്ക് ഈ രൂപത്തിലും ഡിഫൻസ് ഫോഴ്സിൽ അവസരം ലഭിച്ചേക്കാമെന്ന് കഫ്ക മനസ്സിലാക്കുന്നു. എന്നാൽ അവരവനെ കാണുമ്പോൾ തന്നെ അവനെ തീർത്തു കളയുമെന്ന് ലെനോ വിശദീകരിക്കുന്നു. പെട്ടെന്ന് കഫ്കയ്ക്ക് അപ്പോൾ എന്തോ തോന്നുകയും അത് ഇന്നലെ അവനെ ആക്രമിച്ച പോലെ ഒരു കൈജു ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വേറെ കൈജു വന്നതുകൊണ്ട് ഡിഫൻസ് ഫോഴ്സ് രണ്ടായി വിഭജിക്കുമെന്നും രക്ഷപ്പെടാനുള്ള പറ്റിയ അവസരം ഇതാണെന്നും ലെനോ പറയുന്നു. അപ്പോൾ മറ്റൊരിടത്ത് കൈജു ഒരു കുട്ടിയെ കഴിക്കാൻ പോകുകയാണ്. അപ്പോൾ കഫ്ക എവിടെന്നോ പറന്നു വന്ന് സ്ലോ മോഷനിൽ അതിനിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുന്നു. ആ കൈജു കഫ്കയുടെ പ്രഹരമേറ്റ് തെറിച്ചു വീഴുന്നു. ശേഷം കഫ്ക ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി കഫ്കയുടെ ആ രൂപം കണ്ട് ഭയക്കുന്നു. എന്നിട്ട് കുട്ടിയെ പരിപാലിക്കാൻ കഫ്ക ലെനയോട് പറയുന്നു. അപ്പോഴാണ് ആ കൈജു കഫ്കയെ തിരിച്ചാക്രമിക്കാൻ ശ്രമിക്കുന്നത്. കഫ്ക തൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് അതിനെ കുത്തുകയും ആ കൈജു ആ കുത്തേറ്റ് പൊട്ടിത്തെറിക്കുകയും അവിടെ മുഴുവൻ രക്തമഴ പെയ്യുകയും ചെയ്യുന്നു. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന കഫ്കയെ കണ്ട് കുട്ടി പേടിക്കുന്നു. അപ്പോൾ കഫ്ക ലെനയോട് അവളെയും അമ്മയെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനും അവൾ ഭയപ്പെടാതിരിക്കാൻ അവൻ അവിടെ നിന്ന് പോകുകയാണെന്നും പറയുന്നു. ഇത് പറഞ്ഞ് കഫ്ക തിരികെ നടക്കാൻ നേരം ആ കുട്ടി കഫ്കയോട് നന്ദി പറയുന്നു. ആ നിമിഷം കഫ്കയ്ക്ക് പണ്ട് അവൻ മീനയ്ക്ക് നൽകിയ വാഗ്ദാനം വീണ്ടും ഓർമ്മ വരുന്നു. അവൻ ഇപ്പോഴും ഡിഫൻസ് ഫോഴ്സിലേക്ക് ശ്രമിക്കാൻ തീരുമാനിക്കുന്നു. അതേക്കുറിച്ച് ലെനയോട് പറയുമ്പോൾ അവൻ വീണ്ടും ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ 3 മാസങ്ങൾ കഴിയുന്നു. ഡിഫൻസ് ഫോഴ്സ് ഈ വർഷം പുതിയതായി രേഖപ്പെടുത്തപ്പെട്ട കൈജു നമ്പർ 8 ഇപ്പോഴും തിരയുകയാണ്. ഡിഫൻസ് ഫോഴ്സ് സ്ഥാപിതമായതിനു ശേഷം അവർക്ക് നിർവീര്യമാക്കാൻ കഴിയാത്ത ആദ്യത്തെ കൈജുവാണിത്. അപ്പോൾ ആ സമയം ഡിഫൻസ് ഫോഴ്സിലേക്കുള്ള ആദ്യഘട്ട പരീക്ഷ കഫ്കയും ലെനോയും ക്ലിയർ ചെയ്തു എന്നുള്ള കത്തുകൾ എത്തുന്നു. ലെനോ കഫ്കയുടെ അടുത്തേക്ക് ആ കത്തുകളുമായി പോകുന്നു. അപ്പോൾ കഫ്ക ഓൺ സൈറ്റ് ക്ലീനിങ് ചെയ്യുകയായിരുന്നു. പക്ഷേ ആ സമയം അവൻ്റെ തല കൈജുവായി ട്രാൻസ്ഫോം ആയിരിക്കുന്നത് ലെനോ കാണുന്നു. സ്വയം വെളിപ്പെടുത്തുകയാണോ എന്ന് ലെനോ കഫ്കയോട് ചൂടാകുകയും ചെയ്യുന്നു. അത് കേട്ട് കഫ്ക അപ്പോൾ തന്നെ പഴയ പോലെ മാറുന്നു. എന്നാൽ താൻ അത് തിരിച്ചറിഞ്ഞില്ലെന്നും ചില സമയം താൻ ശ്രദ്ധിക്കാത്തപ്പോൾ
ഈ ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കാറുണ്ടെന്നും കഫ്ക ലെനോയോട് പറയുന്നു. കഫ്ക ഫസ്റ്റ് റൗണ്ട് എക്സാമിൽ പാസ്സായിട്ടുണ്ടെന്ന വിവരം ലെനോ കഫ്കയോട് പറയുന്നു. എന്നാൽ അത് കേട്ടിട്ടും കഫ്കയ്ക്ക് പ്രത്യേകിച്ച് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ കഫ്ക ഞാൻ 2ാം ഘട്ടത്തിലാണ് സാധാരണയായി പരാജയപ്പെടാറുള്ളത് എന്ന് ലെനോയോട് വിശദീകരിക്കുന്നു. എന്നാൽ കഫ്ക അവൻ പോലും അറിയാതെ കൈജുവായി ട്രാൻസ്ഫോർമേഷൻ നടക്കാറുള്ളതിനാൽ 2ാം ഘട്ട പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ശരിയായ തീരുമാനമാണോ എന്ന് ലെനോ ആശ്ചര്യപ്പെടുന്നു. എന്നാൽ തനിക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കഫ്ക ഉറപ്പു നൽകുന്നു. ഇത് പറഞ്ഞുടൻ തന്നെ ഒരു ബോട്ടിൽ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ വീണ്ടും രൂപാന്തരപ്പെടുന്നു. 10 ദിവസത്തിന് ശേഷം വെസ്റ്റേൺ ടോക്കിയോ ഡിഫൻസ് ബേസിൽ കഫ്കയും ലെനോയും അവരുടെ 2ാം ഘട്ട പരീക്ഷയ്ക്കായി എത്തിച്ചേരുന്നു. അവിടുത്തെ ശക്തമായ സെക്യൂരിറ്റി കണ്ടിട്ട് ഇവിടെ വെച്ച് അറിയാതെയാണെങ്കിലും കഫ്ക ട്രാൻസ്ഫോം ആയാൽ ആ സ്പോട്ടിൽ അവൻ്റെ കഥ കഴിയുമെന്ന് ലെനോ താക്കീത് നൽകുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പെണ്ണ് കഫ്കയെ കിളവ എന്ന് വിളിച്ച് അവൻ്റെ കാർ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന 55ാം സ്ലോട്ടിൽ നിന്ന് നീക്കി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ കഫ്ക അത് നിരസിക്കുകയും വേറെ ഒരുപാട് സ്ലോട്ടുകൾ ഫ്രീ ആണെന്നും അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ അവളുടെ ലക്കി നമ്പർ 5 അവനിപ്പോൾ 55ാമത്തെ പാർക്കിംഗ് സ്ലോട്ടിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്കും അവിടെ തന്നെ പാർക്ക് ചെയ്യണമെന്ന് പറയുന്നു. അവൾ പറയുന്നത് അവർ അനുസരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവൾ അവൻ്റെ വാൻ അവിടെ നിന്ന് സ്വയം നീക്കം ചെയ്യാൻ തീരുമാനിക്കുന്നു. അവൾ അവളുടെ കൈ ഉയർത്തുമ്പോൾ പെട്ടെന്ന് ഏതോ എനർജി അവളുടെ കൈയിലൂടെ ഒഴുകാൻ തുടങ്ങുന്നു. അവൾ അനായാസം അവൻ്റെ വാൻ ഉയർത്തി ഒരു വശത്തേക്ക് എറിയുന്നു. ഇത് കണ്ട് കഫ്കയും ലെനോയും അന്തം വിട്ട് നിൽക്കുന്നു. അപ്പോൾ ലെനോ അവളോട് നീ ആരാണെന്ന് ചോദിക്കുന്നു. തുടർന്ന് അവൾ സ്വയം പരിചയപ്പെടുത്തുന്നു. അവളുടെ പേര് കിക്കോരു ഷിമോണിയ എന്നാണെന്നും അവൾ ഇവിടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്നതാണെന്നും പിന്നെ അവളുടെ ഹോബി കൈജുവിനെ കൊല്ലുന്നതാണെന്നും പറയുന്നു. ഇത് പറഞ്ഞുടൻ തന്നെ അവൾ കഫ്കയിലേക്ക് തിരിയുന്നു. എന്നിട്ട് കഫ്കയോട് എന്താടാ നിനക്കൊരു കൈജുവിൻ്റെ മണം എന്ന് ചോദിക്കുന്നു. അവിടെ എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡ് ഈ ചാനലിൽ ഉടൻ തന്നെ റിലീസാകുന്നതായിരിക്കും. എന്നാൽ ഞാൻ വേറെ ഏതെങ്കിലും ആനിമെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് കമൻ്റായി പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.